ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കരിയറാണ് കോണ്ടന്റ് റൈറ്റിംഗ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ആർക്കാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? എങ്ങനെയാണ് എത്തിപ്പെടാൻ പറ്റുക? എന്തൊക്കെ സ്കിൽസ് ആവശ്യം? അതാണ് ഈ വീഡിയോ. ഈ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഭാഷയിലും ആവാം കേട്ടോ. മലയാളത്തിലാവാം, ഇംഗ്ലീഷിലാവാം, തമിഴിലാവാം, ഹിന്ദിയിലാവാം, ഇനി ജർമ്മനിലാവാം, ഫ്രഞ്ചിലാവാം, എന്തിലും വേണോ ആവാം. ഏത് ഭാഷയാണോ നമുക്കറിയുന്നത് ആ ഭാഷയിൽ നമുക്ക് കോണ്ടന്റ് എഴുതി കൊടുക്കാൻ സാധിക്കും. ഇനി ആർക്കാണ് ഇങ്ങനത്തെ കോണ്ടന്റിൻ്റെ ആവശ്യം വരിക? ഒന്ന്, വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ. ഇപ്പം നമ്മളൊരു കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. അതിനകത്ത് കുറച്ച് കോണ്ടന്റ് വേണ്ടേ? ഇപ്പം എബൌട്ട് അസ് എന്നുള്ളിടത്ത് എന്തെങ്കിലും എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ സർവീസസ് എന്തൊക്കെയാണോ അതിന് നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. പ്രോഡക്ട്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ എഴുത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രൊഡക്റ്റുകൾ എന്താണ്, സർവീസുകൾ എന്താണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് അയാൾക്ക് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ അതൊരു വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിക്കാൻ തക്കവണ്ണം നല്ല ഭാഷയിൽ അതിനെ എഴുതി ഫലിപ്പിക്കാനുള്ള ശേഷി ആ വ്യക്തിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ സാധാരണ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്കാണല്ലോ ഇത് കൊടുക്കുക. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ സ്കിൽഫുൾ ആയിരിക്കുക, അവർക്ക് ടെക്നിക്കൽ സ്കിൽസ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് കോണ്ടന്റ് റൈറ്റേഴ്സ് ഓൺ ബോർഡ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പല വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ പറയും നിങ്ങൾ കോണ്ടന്റ് തരിക, ഞങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് സംഭവങ്ങൾ തരും എന്ന് പറയും. പക്ഷേ ഈ കോണ്ടന്റ് ആരെങ്കിലും ഉണ്ടാക്കണം. ചില വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസിൽ മാത്രമേ ഞാൻ ഓൺ ബോർഡിൽ കോണ്ടന്റ് റൈറ്റേഴ്സിനെ കണ്ടിട്ടുള്ളൂ. അത് കുറച്ച് വലിയ കമ്പനികളായിരിക്കും. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന കയ്യിലും ആളില്ല, ബിസിനസ് ആരാണോ റൺ ചെയ്യുന്നത് അയാൾക്കും പ്രോപ്പറായിട്ട് നല്ല കോണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഈ കോണ്ടന്റ് എഴുതാൻ ആളെ ആവശ്യം വരും. ഓക്കെ, അത് ഒരു പോയിന്റ് ഫൈൻ. എന്ന് വെച്ചാൽ കോണ്ടന്റ് റൈറ്റിങ്ങിന് വെബ്സൈറ്റിൽ മാത്രമാണ് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരരുത്. ഇനി ഇപ്പോൾ ഒരാൾക്ക് ബ്ലോഗ് എഴുതണം എന്ന് വിചാരിച്ചുള്ളൂ. ഓക്കെ, ഒരു പ്രശസ്തനായൊരു വ്യക്തി, നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തി, പക്ഷേ അയാൾക്ക് എഴുതാനുള്ള ശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നന്നായി സംസാരിക്കുന്ന എല്ലാവരും നല്ല എഴുത്തുകാരാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അതുപോലെ തന്നെ എല്ലാ എഴുത്തുകാരും നന്നായി സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഈ രണ്ട് കപ്പാസിറ്റീസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ പറയുന്ന ആശയങ്ങൾ അത് ഒരു ബ്ലോഗിൽ എഴുതാനായിട്ട് ഒരു കോണ്ടന്റ് റൈറ്ററിൻ്റെ ആവശ്യം വരും. അപ്പോൾ അവർ വോയിസിൽ ഇത് ഇട്ട് കൊടുക്കും. ആ വോയിസിനെ കേട്ടിട്ട് ഒരാൾ ഇതിനെ കോണ്ടന്റ് പ്രോപ്പറായിട്ട് എഴുതി കൊടുക്കേണ്ടി വരും. അതുപോലെ ഈ കോപ്പി റൈറ്റേഴ്സിന് ഞാൻ പറയും അതൊരു കോണ്ടന്റ് റൈറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ്. പക്ഷെ അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി കുറച്ച് കൂടുതൽ വേണ്ട ഒരു സംഭവമാണ്. ചെറിയ വാക്കുകളിൽ അല്ലെങ്കിൽ ചെറിയ സെൻറ്റൻസുകളിൽ കൃത്യമായ ആശയം പ്രതിഫലിപ്പിക്കാനുള്ള ശേഷി അവിടെ നമ്മൾക്ക് ആവശ്യമാണ്. പിന്നെ ഒരു ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പുസ്തകങ്ങൾ, ചില ആൾക്കാർ ഇപ്പം ഇതുപോലെ നല്ല ആശയങ്ങളുള്ള വ്യക്തികളായിരിക്കും, പക്ഷെ ഒരു പുസ്തകത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഭാഷയിലേക്ക് ഇത് എഴുതാനായിട്ട് അവിടെ ഇത് എഴുതുന്ന ആൾക്കാർ ആവശ്യം വരും. ഇങ്ങനെയുള്ള കുറേ സ്ഥലത്താണ് നമുക്ക് ഈ കോണ്ടന്റ് റൈറ്റേഴ്സിന് ആവശ്യം വരിക. ഇപ്പം എല്ലാം ഡിജിറ്റൽ ലോകത്താണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് ഇപ്പം ഗ്രാമാറ്റിക്കലി റോങ് ആയിട്ട് കാര്യങ്ങളെല്ലാം കൂടെ എഴുതി ഫലിപ്പിച്ച് പറ്റത്തില്ല. ഇറ്റ് വിൽ ലുക്ക് ഓക്വേർഡ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് എഴുതാൻ പറ്റുന്ന ആൾക്കാരെ മാർക്കറ്റിൽ ആവശ്യം വരും. അപ്പോൾ ഇത് എഴുതുന്ന ആൾക്കാരെയാണ് നമ്മൾ കോണ്ടന്റ് റൈറ്റേഴ്സ് എന്ന് പറയുക. ഇനി കോണ്ടന്റ് റൈറ്റിംഗ് സ്കിൽസ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടും പൈസ ഉണ്ടാക്കാനുള്ള ഒരു വലിയ മാർഗ്ഗമാണിത്. കാരണം ഒരു ഓഫീസിൽ മാത്രമായിട്ട് പോയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിലേക്ക് ഇപ്പം നിങ്ങൾ നന്നായിട്ട് എഴുതുന്നുവെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും വേർഡ് ഓഫ് മൗത്ത് നിങ്ങളുടെ പബ്ലിസിറ്റി നന്നായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വർക്കുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പേജ് വൈസ് ഒക്കെ ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്കത് കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഈ ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ ഒരു പെർട്ടിക്കുലർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനായിട്ട് ഒരു ഡിഗ്രി കോഴ്സോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജിൽ, ഇപ്പോൾ ഇംഗ്ലീഷിലെ കോണ്ടന്റ് റൈറ്റിംഗിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിൻ്റെ കോഴ്സുകൾ നിങ്ങൾക്ക് ഡിഗ്രിയിലും മാസ്റ്റർ ഡിഗ്രിയിലും ഒക്കെ പഠിക്കാം. പക്ഷേ ഈ കോണ്ടന്റ് റൈറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില സ്പെസിഫിക് സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നല്ല വാക്കുകൾ ഉപയോഗിക്കാനുള്ള, അതായത് ഒരേ കാര്യം തന്നെ നമുക്ക് പല വാക്കുകൾ ഉപയോഗിച്ച് പറയാം അല്ലേ? അതിന് നമ്മൾ വൊക്കാബുലറി പറയില്ലേ? അപ്പോൾ അത് നല്ല രീതിയിൽ അതിനെ കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ നല്ല വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിന് നമുക്ക് നല്ല വാക്കുകൾ അറിയണം. ഓക്കെ, എവിടെ ഏത് വാക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അത് സംസാര ഭാഷയിലാണോ നന്നാവുക അതോ എഴുത്തിൻ്റെ ഇതിലാണോ അത് നന്നാവുക, ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ശേഷി വേണം. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട്
പല സർട്ടിഫിക്കേഷൻ കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അവരുടെ കോഴ്സുകൾ എടുത്തുകൊണ്ട് ഈ സംഭവം നിങ്ങൾക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഭാഷ ഡിഫറെൻ്റ് അല്ലേ. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ഭാഷയല്ല ഒരുപക്ഷെ ഒരു ബുക്ക് എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷ. അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് എന്തായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഈ സർട്ടിഫിക്കേഷൻ കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഒരുപക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. പിന്നെ ഈ ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ ഈ ഉഡമി ഒക്കെ പോലുള്ള സൈറ്റുകളില്ലേ, അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ കോണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു കമ്പനിയും നിങ്ങൾ എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്തു എന്നുള്ളത് നോക്കാൻ പോകുന്നില്ല. നിങ്ങൾ പ്രീവിയസ് ആയിട്ട് എഴുതിയിട്ടുള്ള സംഭവങ്ങൾ അവർ കാണിക്കാൻ പറയും, അതവർ വായിച്ച് നോക്കും. അത് അപ്പീലിംഗ് ആണ് എങ്കിൽ നിങ്ങൾ ഹയർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ മുതൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി തുടങ്ങുക. ഇപ്പോൾ മറ്റാരും നിങ്ങളുടെ കയ്യിൽ എഴുതി വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ബ്ലോഗ് എഴുതിക്കൂടെ? നിങ്ങൾക്ക് തന്നെ ഇനി ബ്ലോഗ് വേണ്ട, ശരി, ഒരു ബുക്കും എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേർഡിൽ ടൈപ്പ് ചെയ്ത് കയറ്റിക്കൂടെ? സോ നിങ്ങളുടേതായ കുറേ ആർട്ടിക്കിളുകൾ, ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള കുറേ കോണ്ടന്റ്, അത് എവിടെ നിന്നും കോപ്പി അടിച്ചതല്ല, അത് പ്രത്യേകം ഓർമ്മിച്ചോളുണ്ടോ, കുറേ സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കൂ. അത് നിങ്ങൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പ്രീവിയസ് വർക്ക് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അതും നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഫ്രീലാൻസിൻ്റെ ജോബ് പോസ്റ്റ് ചെയ്യുന്ന സൈറ്റുകളില്ലേ, ആ സൈറ്റുകളിലൊക്കെ നിങ്ങൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ കോണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ വേക്കൻസീസ് ഒത്തിരി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ലോലി നിങ്ങൾക്ക് ആ കരിയർ ബിൽഡ് ചെയ്ത് വരാൻ പറ്റും. ഇതിൽ ഒരു എക്സാമ്പിൾ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വെബ്സൈറ്റിന് വേണ്ടി കോണ്ടന്റ് ഒക്കെ എഴുതുമ്പോഴത്തേനും അവിടെ കീവേഡ്സ് ഒക്കെ വളരെ പ്രധാനമാണ്. നിങ്ങൾ SEO ചെയ്യുന്ന സമയത്ത് എപ്പോഴും കീവേഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, എന്താ പറയുന്നത്, മുമ്പ് ഇരിക്കുന്ന ക്യാമറയാണ്, അതുകൊണ്ട് ഞാൻ ക്യാമറ പറയാം. ക്യാമറ ഒരാൾ സെർച്ച് ചെയ്യാണ്, ക്യാമറ വാങ്ങാനായിട്ടുള്ളൊരു ഷോപ്പ്. അപ്പോൾ നമ്മൾ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക? ക്യാമറ ഷോപ്സ് അറൗണ്ട് മീ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ ക്യാമറ വെച്ചിട്ട് അങ്ങനെ അടിക്കാൻ ഇതാണ്. അപ്പോൾ ക്യാമറ എന്നുള്ള വാക്ക് എന്തായാലും അതിനകത്ത് വരും. പിന്നെ ചിലപ്പോൾ ബെസ്റ്റ് ക്യാമറ എന്ന് പറഞ്ഞ് അടിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് ഷോപ്പ് ദാറ്റ് സെൽസ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അത് കീവേഡ്സ് ആണ്. അപ്പോൾ ഈ വാക്കുകളെല്ലാം തന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കോണ്ടൻറ്റിൻ്റെ ഇടയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് അത് ഓർഗാനിക് സെർച്ചിൽ മുകളിലേക്ക് വരിക. അപ്പോൾ ഈ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ ഇരിക്കുന്ന ഒരാൾ കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പോൾ കീവേഡ്സ് നിങ്ങളായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരില്ല, പലപ്പോഴും ടെക്നിക്കൽ ടീം നിങ്ങളോട് പറയും ഇന്ന വേർഡ്സാണ് കീവേഡ്സ് എന്നുള്ളത്. അപ്പോൾ അതിന് പച്ചയ്ക്ക് അങ്ങനെ ഇടുക എന്നുള്ളതല്ല, എല്ലായിടത്തും കയറിയിട്ട് ഈ വാക്ക് പടപടാന്ന് നിങ്ങൾക്ക് അടിച്ചു വെക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ വാക്കുകൾ വായിക്കുന്നവനൊരു അലോസരം ഉണ്ടാക്കാത്ത രീതിയിൽ, എന്നാൽ അത് SEOക്കൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങൾ എഴുതി ചേർക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെ ഒരു ക്രിയേറ്റീവ് സംഭവമാണ്, നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ഒരു കോണ്ടന്റ് റൈറ്റർ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. വീട്ടിലിരുന്നായാലും ഇപ്പോൾ എത്ര പേരുണ്ട് നന്നായിട്ട് ലാംഗ്വേജൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എബിലിറ്റി ഉള്ള ആൾക്കാർ, പക്ഷെ പുറത്ത് പോയി ജോലി ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല പല സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ളവരൊന്നും വിഷമിച്ചിരിക്കരുത് കേട്ടോ. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നാലും പല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് പണം സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. ഓൾ ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് എന്താണ്, കണ്ണും കാതും തുറന്ന് തപ്പണം. നമ്മുടെ സ്കിൽസ് നമ്മൾ ഗ്രൂം ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഗുഡ് ലക്ക്.